നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 15 ക്യാഷിംഗ് മെക്കാനിസം, ക്യാഷിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ഞാൻ ഇത് നെക്സ്റ്റ് 15 ബേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 14 പ്രീവിയസ് വേർഷൻസിന്റെ ഒക്കെ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ഈ ക്യാഷിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവിൽ നിന്ന് ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് റൂട്ട് ഹാൻഡ്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാഷിംഗ് പഠിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ബേസിക്കലി അറിയാം, രണ്ട് ടൈപ്പ് റൂട്ട്സ് ഉണ്ട്. സ്റ്റാറ്റിക് റൂട്ട്സും ഉണ്ട്, ഡൈനാമിക് റൂട്ട്സും ഉണ്ട്. അതിൽ ബൈ ഡിഫാൾട്ട് റൂട്ട് വർക്ക് ചെയ്യുന്നത് സ്റ്റാറ്റിക് റൂട്ട്സിലായിരിക്കും. പിന്നെ ഡൈനാമിക് റൂട്ടിൽ നമുക്ക് ഈ ക്യാഷിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ നെക്സ്റ്റ് ഇയേഴ്സിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ 15 വരുന്ന സമയത്ത് അവരുടെ ക്യാഷിംഗ് കോൺസെപ്റ്റ് അവർ റീഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ഇയർ 14 എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് ഹാൻഡ്ലേഴ്സിൽ HTTP റിക്വസ്റ്റ് വരുന്ന റൂട്ട് ഹാൻഡ്ലർ അവർ ഡീഫാൾട്ട് ക്യാഷ് ചെയ്യുമായിരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിലും നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ഉണ്ട്, അവിടെ നമ്മൾ പ്രോഡക്റ്റിനെ ഫെച്ച് ചെയ്യുവാണ്. അവിടെ നമ്മൾ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് വെച്ചിട്ട് പ്രോഡക്ട്സിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂട്ട് ഹാൻഡ്ലർ എഴുതിയിട്ടുണ്ട്. അപ്പം വൺസ് ഈ റൂട്ട് ഹാൻഡ്ലർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റേനെ ബൈ ഡിഫാൾട്ട് ഈ ഒരു നെക്സ്റ്റ് ഇയേഴ്സ് ക്യാഷ് ചെയ്യും. അതിന് നമ്മൾ ഡാറ്റ ക്യാഷ് എന്നാണ് പറയുന്നത്. ഡാറ്റ ക്യാഷിൽ ഈ ഒരു ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ഈ സെയിം റൂട്ടിലേക്ക് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അതായത് ഫിൽട്ടർ കണ്ടീഷൻസിലൊന്നും ചേഞ്ച് ഇല്ല, സെയിം റൂട്ടിലേക്കുള്ള റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാഷ്ഡ് ഡാറ്റ ആയിരിക്കും എടുക്കുക. അത് അല്ലാതെ അവർ പ്രീവിയസ് ഫ്രഷ് ആയിട്ടൊരു റിക്വസ്റ്റ് ആയിരിക്കില്ല പോകുന്നത്, ഈ ക്യാഷ്ഡ് ഡാറ്റ ആയിരിക്കും എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇയേഴ്സിന്റെ 14 യൂസ് ചെയ്തിട്ടുള്ള ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയേഴ്സ് 15 വന്നപ്പോഴത്തേക്കും ഇവർ ഈ ഒരു ബിഹേവിയർ, ഡീഫാൾട്ട് ക്യാഷിംഗ് ബിഹേവിയർ ചേഞ്ച് ചെയ്തതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്പേഴ്സിന് ഈ ഒരു ക്യാഷിങ്ങിന്റെ മേലെ ഒരു കൺട്രോൾ ഇല്ല. അതായത് എല്ലാ ഗെറ്റ് റിക്വസ്റ്റും ക്യാഷ് ചെയ്യുക, എല്ലാ പ്രാവശ്യവും നമ്മുടെ പ്രൊജക്ട് റീബിൽഡ് ചെയ്യുന്നത് വരെ ഈ ക്യാഷ്ഡ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ ഇല്ല. അൺനെസസറി ആയിട്ടുള്ള ഒരു ക്യാഷിങ് അവിടെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്ന് സ്റ്റെയിൽ ഡാറ്റ ആയിരിക്കും കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നത്, അതൊരു ഇഷ്യൂ ആണ്. എല്ലാ സമയത്തും ഇതുപോലെ ക്യാഷ്ഡ് ഡാറ്റ അല്ല, റിയൽ ടൈം ആയിട്ട് വർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ന്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് എടുക്കുക എന്ന് വിചാരിച്ചു, അവിടെ ക്യാഷ്ഡ് ഡാറ്റ റെലവന്റ് അല്ല. അവിടെ എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ടത് എന്തായിരിക്കും? ഡൈനാമിക് ഡാറ്റ ആയിരിക്കും. സോ എപ്പോൾ ക്യാഷ് ചെയ്യണം, എന്ത് ക്യാഷ് ചെയ്യണം എന്നുള്ളത് ഡെവലപ്പേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ആ പ്രൊജക്ടിന്റെ ലോജിക്ക് വെച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. അപ്പൊ അൺനെസസറി ആയിട്ട് ഈ ഡാറ്റ ക്യാഷ് ചെയ്യുന്നതിന് പകരം പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ക്യാഷ് ചെയ്യണം എന്നുള്ളത് ഡെവലപ്പർ തീരുമാനിച്ചോട്ടെ. ഇനി അപ്പൊ നിങ്ങൾ പറയും തീരെ ക്യാഷിംഗ് ഇല്ലെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ക്യാഷിംഗ് അവൈലബിൾ ആണ്, അതും ഇവരിവിടെ പറയുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ലൈൻ അതാട്ടോ, അതായത് നെക്സ്റ്റ് ഇയേഴ്സ് 14 ഡീഫാൾട്ട് ക്യാഷിംഗ് ബിഹേവിയർ ഇവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാഷിംഗ് അപ്ലൈ ചെയ്യാം. അതിന് ഡൈനാമിക് കോൺഫിഗറേഷൻ ഓപ്ഷൻ ഇതൊക്കെ നമ്മൾ നോക്കൂ കേട്ടോ. ഈ ഒരു ഫോർ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ ആ ഒരു നമുക്കത് റിക്വസ്റ്റ് വൈസും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ റൂട്ട് സെഗ്മെന്റിനും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ക്യാഷ്ഡ് ആയിരിക്കും, ക്യാഷ്ഡ് ഡാറ്റ ആയിരിക്കും ഫർദർ റിക്വസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഡീഫാൾട്ട് ബിഹേവിയർ ചില സ്പെസിഫിക് റൂട്ട് ഹാൻഡ്ലേഴ്സ് നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല, അത് ഇപ്പോഴും ഡീഫാൾട്ട് ക്യാഷിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് സൈറ്റ് മാപ്പ് TSS, അതുപോലെ ഐക്കൺ TSS, അതായത് മെറ്റാ ഡാറ്റ, അവിടെയൊക്കെ എപ്പോഴും ഈ സ്റ്റെയിൽ ഡാറ്റേന്റെ ഒരു ഇഷ്യൂ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈലൊക്കെ റീവാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ കേസിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില റൂട്ട് ഹാൻഡ്ലേഴ്സിന് ഇവർ സ്റ്റിൽ ഈ ഡീഫാൾട്ട് ക്യാഷിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നും ഏതാന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സൈറ്റ് മാപ്പ് XML ഫയലാണ്, നിങ്ങളത് വായിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നെക്സ്റ്റ് ഇയേഴ്സ് 15 വന്നപ്പോൾ ഡീഫാൾട്ട് ക്യാഷിംഗ് അവർ റിമൂവ് ചെയ്തു. അപ്പൊ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഫോഴ്സ് ആയിട്ട് എങ്ങനെയാണ് ഒരു ക്യാഷിംഗ് അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ അതാണ് ഫസ്റ്റ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലയന്റ് റൗട്ട് ക്യാഷിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നോക്കും. ഫസ്റ്റ് നമുക്ക് ഗെറ്റ് റൂട്ട് ഹാൻഡ്ലേഴ്സിൽ വന്നിരിക്കുന്ന ചേഞ്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നെക്സ്റ്റ് ഇയേഴ്സിന്റെ പ്രൊജക്ട് എന്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, npx സ്പേസ് create next app at ലേറ്റസ്റ്റ് വേർഷൻ 15 ആയതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തോളും. ഇനി നിങ്ങൾക്ക് 14 13 ഒക്കെ ക്യാഷിംഗ് ബിഹേവിയർ പഠിക്കണം എന്നുണ്ടെങ്കിൽ
ആ വേർഷൻ സ്പെസിഫിക് ആയിട്ട് ആ വേർഷൻ നെയിം കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഒരു ഫോൾഡർ നെയിമും കൂടെ കൊടുക്കുകയാണ്. ഞാൻ ക്യാഷ് ട്യൂട്ടോറിയൽസ് എന്നാണ് കൊടുക്കുന്നത്. ടൈപ്പ് സ്ക്രിപ്റ്റ് വേണം, ESLint വേണം, Tailwind CSS വേണം, സോഴ്സ് ഡയറക്ടറി, ആപ്പ് റൗട്ടർ, ടർബോ പാക്ക്, ഇമ്പോർട്ടർ. യെസ്, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിന്റെ ഫോൾഡർ എന്റെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുവാൻ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യണം. npm install അടുത്ത ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ജേസൺ സെർവർ ആണ് കേട്ടോ. ജേസൺ സെർവർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഫേക്ക് REST APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യും. അതായത് ഈ ഒരു ജേസൺ സെർവർ ആയിരിക്കും നമ്മുടെ ഡൈനാമിക് ഡാറ്റ പ്രൊജക്ടിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ജേസൺ സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ഇതാണ്, അത് ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസി ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. npm install json server space saved. സെർവർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഫോൾഡർ ഇല്ലേ, അതിന്റെ അകത്ത് ഒരു ഡാറ്റ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡറിന്റെ അകത്ത് ഞാൻ എന്റെ മൂവീസ്, നമ്മൾ ഈ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മൂവീസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. മൂവി നെയിം, ഇയർ, ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രീവിയസ് അബൌട്ട് കൺട്രോളർ APIക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സെയിം ഫയൽ തന്നെയാണ്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഒരു JSON ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്, movie.json എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്തേക്ക് എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള മൂവീസിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് ഇതിനകത്തൊരു മൂവി എന്ന് പറഞ്ഞിട്ട് ഒരു അരയുണ്ട്. അത് അരേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ഓരോ ഒബ്ജക്റ്റിന്റെ അകത്തും ഓരോ മൂവിന്റെ ഡീറ്റെയിൽ ആണ്. ID, ടൈറ്റിൽ, ഇയർ, ഡിസ്ക്രിപ്ഷൻ, റേറ്റിംഗ്, ഒരു ഇമേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ്. ഇനി ഒരു ജേസൺ സെർവറിന്റെ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്യുന്ന കമാൻഡ് ഇതാണ്, ജേസൺ സെർവർ സ്പേസ് // നമ്മുടെ ഫോൾഡർ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതായത് കംപ്ലീറ്റ് പാത്ത് കൊടുക്കുക. /JSON ഫയലിന്റെ നെയിമും പോർട്ടും പോർട്ട് നമ്പറും കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ 3001 ആണ് പോർട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത്. റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗസറിൽ പോയിട്ട് ഈ ഒരു പോയിന്റിന്റെ ഡാറ്റയും കൂടി ഒന്ന് നോക്കാം. പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ടെർമിനലിൽ എന്റെ പ്രൊജക്റ്റും കൂടി ഒന്ന് റൺ ചെയ്യുവാണ്. npm run 3000 പോർട്ടിലാണ് റൺ ചെയ്യുന്നത്. അപ്പൊ പ്രൊജക്റ്റും സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റ പ്രൊവൈഡറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷിങ്ങിന്റെ കോൺസെപ്റ്റ് പഠിക്കാം. ഇനി നമുക്കൊരു റൗട്ട് ഹാൻഡ്ലർ ഡിഫൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്റെ സോഴ്സ് ഫോൾഡറിന്റെ ആപ്പ് ഫോൾഡറിന്റെ അകത്ത് API എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും ഈ റൗട്ട് ഹാൻഡ്ലർ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേയ്സിന്റെ. അവിടെ നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് ആണ്. എല്ലാ ട്യൂട്ടോറിയലിന്റെ എല്ലാ നെക്സ്റ്റ് ഡേയ്സിന്റെ കോൺസെപ്റ്റും ഇൻ ഡെപ്ത് നമ്മൾ പറയുന്നില്ല, പക്ഷെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ എന്താ റൂട്ട് ഹാൻഡ്ലേഴ്സ്, ഡീറ്റെയിൽസ്, ഡാറ്റ ഫെച്ചിങ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം APIന്റെ അകത്ത് മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഓരോ ടോപ്പിക്കും നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡേയ്സിന്റെ മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അകത്ത് ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാണ്. route.ts ഫയൽ ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. എക്സ്പോർട്ട് അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ഗെറ്റ് ഹാൻഡ്ലർ അല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ HTTP മെത്തേഡ് ഗെറ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ പാരാമീറ്റേഴ്സ് ഒന്നും വരുന്നില്ല. സിമ്പിൾ റിക്വസ്റ്റ് ആണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട്. ഞാനിവിടെ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതുവാണ് കേട്ടോ. ഫെച്ച് മൂവി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുവാണ്. പിന്നെ ഇതിന്റെ അകത്ത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ ഒരു ഫേക്ക് API, അതിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുവാണ്. അപ്പോൾ ഒരു റെസ്പോൺസ് വേരിയബിളിന്റെ അകത്തേക്ക് അവൈ ഫെച്ച് API ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് ഞാൻ ഈ URL ഒന്ന് കോപ്പി ചെയ്തിടുവാണ് കേട്ടോ. /movies
ഇനി ഇതിന്റെ റെസ്പോൺസിനെ നമുക്ക് JSON ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്യണം. അത് ഞാൻ മൂവീസ് പറഞ്ഞിട്ട് വേരിയബിളിലേക്കാണ് എടുക്കുന്നത്. അഗൈൻ അവൈ റെസ്പോൺസ് ഡോട്ട് JSONിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ഇവിടെ അസിൻക്രണസ് കീവേഡ് റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതാണ് അവൈറ്റ് കൊടുത്തപ്പം എറർ കാണിച്ചത്. ഫൈനലി നമ്മൾ ഈ ഒരു റെസ്പോൺസിനെ റിട്ടേൺ ചെയ്യുവാണ്. റെസ്പോൺസ് റിട്ടേൺ ചെയ്യുവാണ്. JSON ഓഫ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൂവീസിനെ പാസ് ചെയ്തു. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫേക്ക് API മൂവീസിന്റെ ഡീറ്റെയിൽസ് ഫിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് റെസ്പോൺസ് പാസ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഒരു കോമ്പോണന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫെച്ച് ചെയ്തിരിക്കുന്ന ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ആപ്പ് റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആപ്പ് ഫോൾഡറിന്റെ അകത്ത് മൂവീസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് നെയിം കൊടുക്കുന്നത്. നമുക്കറിയാലോ, ഫോൾഡർ നെയിംസ് കറസ്പോണ്ടിങ് URL പാത്ത് ആയിരിക്കും, സെഗ്മെന്റ് ആണല്ലോ. മൂവീസിന്റെ അകത്ത് page.txt ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ കണ്ടന്റ് ഞാൻ ഓൾറെഡി ഉള്ളത് കോപ്പി ചെയ്യുവാണ് കേട്ടോ. കാരണം ഇതൊന്നുമില്ല, നമ്മൾ ആ APIനെ കോൾ ചെയ്യുന്നു. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൗട്ട് ഹാൻഡറിനെ കോൾ ചെയ്തിട്ട് ഡാറ്റ ഫെച്ച് ചെയ്യുന്നു. ഫെച്ച് ചെയ്ത് ഫസ്റ്റ് ഇവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. USFet ഹുക്കും യൂസ്ഡ് ഹുക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമേജ് കോമ്പോണന്റും പിന്നെ ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മൂവിക്കകത്ത് നമ്മൾ നേരത്തെ ആ ഒരു JSON ഫയലിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസിന്റെയും ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അതെല്ലാം ആവശ്യമുണ്ട്. പിന്നെ ഒരു മൂവി പേജ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉള്ളൂ മൂവീസ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു USFet ഹുക്കിൽ, അതായത് ഫസ്റ്റ് പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഫെച്ച് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് മൂവീനെ സെറ്റ് ചെയ്യുന്നുണ്ട്. വൺസ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂവീസിൽ കൂടെ ലൂപ്പ് ചെയ്തിട്ട് മൂവിന്റെ ഡീറ്റെയിൽ, അതായത് ഡിസ്ക്രിപ്ഷൻ, ഇയർ, ആ ഒരു റേറ്റിംഗ്, ഇമേജ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ആകെ മൊത്തം നമ്മൾ ഇത്രേ ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. ഡാറ്റ എടുത്തിട്ട് വന്ന് ഈ ഒരു കോമ്പോണന്റിൽ ഫെച്ച് ചെയ്യുവാണ്. നമുക്ക് ഇന്റർഫേസിൽ പോയിട്ട് ഈ ഒരു റൗട്ടിൽ പോയി നോക്കാം. /മൂവീസ് ഒരു ഫയലിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മൂവീസിനെയും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പ്രൊജക്ടിന്റെ ഒരു ബിൽഡ് എടുക്കാം. ബിൽഡ് എടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിലും ഡെവലപ്മെന്റ് സൈഡിലും, അതായത് ഡെവലപ്മെന്റ് സെർവറിലും രണ്ട് വിധത്തിലാണ് ക്യാഷിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഡീഫാൾട്ട് ബിഹേവിയർ ഒന്നും ചിലപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് സെർവറിൽ കണ്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ Next.js 14 ചിലവർ വർക്ക് ചെയ്യുമ്പോൾ എന്റെ ഡെവലപ്മെന്റ് സിസ്റ്റത്തിൽ പ്രോപ്പർ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, ടെസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് വരാറില്ലേ. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഈവൻ ദോ ഡീഫാൾട്ട് ക്യാഷിംഗ്, ഇപ്പോൾ 14 ഡീഫാൾട്ട് ക്യാഷിംഗ് ഉണ്ടല്ലോ, റോട്ട് ഹാൻഡ്ലേഴ്സ് എന്നൊക്കെ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്യാഷിംഗ് ആയിരിക്കില്ല, അവിടെ എല്ലാ ടൈമും ഫ്രഷ് ഡാറ്റ ആയിരിക്കും എടുക്കുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ട് വരും, ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് പ്രൊഡക്ഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അത് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യും. പിന്നെ അത് ക്യാഷിംഗിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ കസ്റ്റമറിന് സ്റ്റെയിൽ ഡാറ്റ കാണിച്ചു കൊടുക്കും. അതായത് എക്സ്പയർഡ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമർ സൈഡിൽ നിന്ന് ഇഷ്യൂ വരൂലേ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. പ്രൊഡക്ഷന്റെ സെർവറിൽ, അതായത് നമ്മൾ ബിൽഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും ഡെവലപ്മെന്റ് സെർവറിലും രണ്ട് വിധത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബിൽഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ രണ്ടാമത്തെ കേസ്, നമുക്ക് ബിൽഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ റൗട്ട്സിന്റെ ടൈപ്പും കാണാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഇത് ബിൽഡ് എടുക്കുന്ന കമാൻഡ് നിങ്ങൾക്ക് അറിയാലോ, npm run build. ഇത് കുറച്ച് ടൈം എടുക്കും റൺ ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഓരോ റൗട്ടും ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റൂട്ട് റൗട്ട് ആണ്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന API റൗട്ട് ഹാൻഡ്ലറും പിന്നെ നമ്മുടെ ആ ഒരു പേജ് മൂവീസും ഉണ്ട്. താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് റൗട്ട് ഉണ്ട്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് റൗട്ട്സിൽ പണ്ടായിരുന്നെങ്കിൽ ഗെറ്റ് മെത്തേഡ്സിന് ഡീഫാൾട്ട് ആയിട്ട് ക്യാഷ് ചെയ്യുമായിരുന്നു. അതേപോലെ ഡൈനാമിക് റൗട്ട്സിനെ ക്യാഷ് ചെയ്യില്ല. അതിന് നമുക്ക് ക്യാഷ് ചെയ്യാം നമ്മുടെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിക് റൗട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ API മൂവീസ് എന്നുള്ളത് ഇപ്പൊ ഡൈനാമിക് റൗട്ട് ആണ്. അതായത് ഓരോ ടൈം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോഴും അതിന്റെ ആക്ച്വൽ ഡാറ്റ സോഴ്സിൽ നിന്നാണ് ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ ക്യാഷിംഗ് ഇവിടെ നടക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു Next.js 15 വന്നപ്പോഴത്തേക്കും ഗെറ്റിന്റെ ഡീഫാൾട്ട് ക്യാഷിംഗ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബിൽഡ് എടുത്തു. ബിൽഡ് എടുത്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. npm സ്റ്റാർട്ട് ചെയ്തു. സോറി, സ്റ്റാർട്ടിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. സ്റ്റാർട്ട് ചെയ്തു. ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോയ് സ്റ്റോറി മൂവിന്റെ റിലീസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നത് 2006 ആണല്ലേ. ആക്ച്വലി ഇത് 1995 ആണ്.
സോ നമുക്ക് movie.json ഫയലിൽ വന്നിട്ട് ഈ 2006 എന്നുള്ള ഒരു ഇയർ 1995 ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ തെറ്റായിരിക്കും, എനിക്ക് അത്ര ഐഡിയ ഒന്നും ഇല്ല ഇതിനെപ്പറ്റി, ഞാൻ ജസ്റ്റ് ഒരു ഇയർ കൊടുത്താണ് കേട്ടോ. എന്നിട്ട് റീറൺ ചെയ്യുക. റീറൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മുടെ ഡാറ്റ സോഴ്സിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയർ ചേഞ്ച് ആയിട്ടുണ്ട്, റിഫ്രഷ് ചെയ്യാം, ഇയർ ചേഞ്ച് ആയിട്ടുണ്ട് 1995. ഇനി നമ്മൾ ഒരു പ്രൊജക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് കാണാം. കാരണം ഇവിടെ ക്യാഷ്ഡ് ഡാറ്റ അല്ല ഡിസ്പ്ലേ ചെയ്യുന്നത്, ഡാറ്റ സോഴ്സിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഓരോ റിക്വസ്റ്റിലും ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് വരുവാണ്. സോ നമ്മൾ റിഫ്രഷ് ചെയ്തപ്പോൾ ലേറ്റസ്റ്റ് ഡാറ്റ, അതായത് ഇയർ 1995 ആയിട്ടുള്ള ഡാറ്റേനെ എടുത്തിട്ട് വന്ന് ഇവിടെ കാണിച്ചു. ഡോക്യുമെന്റേഷനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ ഫസ്റ്റ് കേസ് റെഡി ആയിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ഇയർ 14-15 വന്നപ്പം ഡീഫാൾട്ട് ക്യാഷിംഗ് ഗെറ്റ് റൂട്ട് ഹാൻഡ്ലർ റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇവർ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഓപ്ഷണലി വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിന്റെ സ്റ്റാറ്റിക് ക്യാഷ് വേണോ വേണ്ടിയോ എന്നുള്ളത്. അതായത് ഡീഫാൾട്ട് ആയിട്ട് ക്യാഷ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു റൂട്ടിനെ ക്യാഷ്ഡ് റൂട്ടായിട്ട്, അതായത് സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ക്യാഷ്ഡ് റൂട്ടായിട്ട് സെറ്റ് ചെയ്യാം. അത് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ റൂട്ട് ലെവലിൽ ഈ ഒരു എൻറ്റയർ റൂട്ടിനെ നമുക്ക് ക്യാഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് റൂട്ടിനെ ക്യാഷ് ചെയ്യാം. ഇവ നമുക്ക് ഫസ്റ്റ് ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻ തന്നെ ചെക്ക് ചെയ്യാം. അതായത് ഈ ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് എന്താവും, സ്റ്റാറ്റിക് റൂട്ട് ആവും. സോ ഞാനിത് ഫസ്റ്റ് ഈ ഓപ്ഷൻ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇപ്പൊ നമ്മുടെ എൻറ്റയർ റൂട്ട്, അതായത് ഇതിന്റെ ഉള്ളിൽ എത്ര റൗട്ട്സ് ഉണ്ടോ അത്രയും റൗട്ടിന്റെ റിക്വസ്റ്റ് എന്താവും, ക്യാഷ്ഡ് ആവും. നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗ്ലോബലി സെറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ തന്നെ. സോ ഞാൻ ഈ ഒരു സ്റ്റാറ്റിക് കോൺഫിഗറേഷൻ ഓപ്ഷനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുവാണ്. എക്സ്പോർട്ട് ഡൈനാമിക് ഈക്വൽ ടു ഫോർ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ വന്നിട്ടൊന്ന് ബിൽഡ് എടുത്ത് നോക്കാം. npm റൺ ബിൽഡ് എടുക്കുകയാണ്. ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു ഡൈനാമിക് റൗട്ട്സും ഇല്ല, എല്ലാം സ്റ്റാറ്റിക് ആയി. അതായത് നമ്മൾ നേരത്തെ ബിൽഡ് എടുത്തപ്പം ഇവിടെ കണ്ടിട്ടുള്ളത് എന്തായിരുന്നു, ഇത് പോയോ, ഇവിടെ ഒരു ലാംഡ സിമ്പിൾ ആയിരുന്നു. അതായത് ഈ ഒരു API മൂവീസ് എന്നുള്ള റൗട്ട് എന്തായിരുന്നു, ഡൈനാമിക് റൗട്ട് ആയിരുന്നു. ഇപ്പൊ അത് സ്റ്റാറ്റിക് റൗട്ട് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ ഡാറ്റ സോഴ്സിൽ ചേഞ്ച് ചെയ്യാം. ഈ ടോയ് സ്റ്റോറിന്റെ ഈ റിലീസിങ് ഇയർ നമുക്ക് 1000 ചേഞ്ച് ചെയ്തിട്ട് ഡാറ്റ സോഴ്സിനെ സ്റ്റോപ്പ് ചെയ്ത് റീറൺ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുക, 1000 വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ബിൽഡ് എടുത്തിട്ട് ബിൽഡ് റൺ ചെയ്തിട്ടില്ല. npm സ്റ്റാർട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ സോഴ്സിൽ ഡാറ്റ മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഡാറ്റ മാറിയിട്ടില്ല. ഇതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡാറ്റ ക്യാഷ് ചെയ്തു. ബിൽഡ് ടൈമിൽ തന്നെ, ബിൽഡ് എടുക്കുമ്പോൾ തന്നെ ഡാറ്റ ക്യാഷ് ചെയ്യും. വൺസ് ഡാറ്റ ക്യാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീബിൽഡ് വരുന്നത് വരെ ഇത് എന്തായിരിക്കും, ഈ ഒരു ക്യാഷ് ചെയ്തിരിക്കുന്ന ഡാറ്റേനെ ആയിരിക്കും ഓൾവേസ് കസ്റ്റമറിന് ഷോ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഒരു ഡീഫാൾട്ട് ക്യാഷിംഗ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് റിക്വസ്റ്റ് നെക്സ്റ്റ് 14 വെർഷൻ റിലീസ് ആയപ്പോൾ വന്നതിന്റെ ബേസിൽ അവർ ഈ ഒരു ഡീഫാൾട്ട് ബിഹേവിയർ റിമൂവ് ചെയ്തത്. ഇപ്പൊ നെക്സ്റ്റ് ബിൽഡ് വരുന്നത് വരെ, നമ്മൾ റീബിൽഡ് ചെയ്യുന്നത് വരെ ഈ ഒരു ക്യാഷ്ഡ് ഡാറ്റ ആയിരിക്കും നമുക്ക് ഷോ ചെയ്യുന്നത്. ഇനി ഈ ഒരു റൂട്ട് ലെവലിൽ മാത്രമല്ല കേട്ടോ, നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഒരു 2-3 റൗട്ട്സ് ഉണ്ട്, അതിലൊരു സ്പെസിഫിക് റൗട്ട് മാത്രം നമുക്ക് ക്യാഷ് ചെയ്താൽ മതി. എല്ലാ റൗട്ട്സും ക്യാഷ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ഇവരൊരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഈ ഫോർ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കമന്റ് ചെയ്തിട്ട് ഈ ഒരു റിക്വസ്റ്റിന്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ക്യാഷ് ഫോഴ്സ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഒന്നെങ്കിൽ ഫോഴ്സ് സ്റ്റാറ്റിക് നിങ്ങൾക്ക് എൻറ്റയർ റൗട്ട് സെഗ്മെന്റിനും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റൗട്ടിന് നമുക്ക് ഇതുപോലെ ക്യാഷ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റാറ്റിക്കലി ഒരു റൗട്ടിനെ ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരിക്കലും ഈ ഡാറ്റ നമുക്ക് നെക്സ്റ്റ് ബിൽഡ് വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റില്ലേ എന്ന്. അതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് 2-3 നേരങ്ങളിലല്ല ഈ ഒരു ഡാറ്റ റിഫ്രഷ് ചെയ്യേണ്ടി വരിക. ഒന്നെങ്കിൽ കുറച്ച് ഒരു ടൈമിന്റെ ബേസിൽ ഒരു സർട്ടൈൻ ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ ഒരു ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്ത് പേജിനെ റീലോഡ് ചെയ്യണം, ഒരു ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഇവന്റ് ഓൺ ഡിമാൻഡിൽ നമുക്ക് സേവ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഡാറ്റ ഈ ഒരു സോഴ്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോഴ്സിനെ മീൻസ് ക്യാഷിനെ ക്ലിയർ ചെയ്ത് റീവാലിഡേറ്റ് ചെയ്ത് പുതിയൊരു ഡാറ്റ വരണം.
അല്ലാന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ക്യാഷ് ക്ലിയർ ചെയ്ത് പുതിയ ഡാറ്റ വരണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിനൊക്കെ ഇവർക്ക് മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതും ഈ ഡോക്യുമെന്റേഷനിൽ തന്നെ ഇവർ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്നത് റീവാലിഡേറ്റ് മെത്തേഡ് ആണ്. ഈ റീവാലിഡേറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് സ്റ്റാറ്റിക് റീജനറേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു പീരീഡ് കൊടുക്കുക. അപ്പൊ ഞാൻ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോഴ്സ് ക്യാഷിംഗ് അല്ലേ, നമുക്ക് ആവശ്യമില്ല, ഇത് റിമൂവ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് പേജിനെ പെർമനന്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ചെയ്യുന്നത് പോലെ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഈ ഫോഴ്സ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എടുത്ത പോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കോൺഫിഗറേഷൻ ഓപ്ഷൻ ആണ് കേട്ടോ ഈ റീവാലിഡേറ്റ് എന്നുള്ളത്. ഇതൊക്കെ ബിൽറ്റിൻ ആണ്. എക്സ്പോർട്ട് കോൺസ് റീവാലിഡേറ്റ്. ഇനി എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് റീവാലിഡേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പൊ ഞാനൊരു 10 സെക്കൻഡ് കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിൽഡ് എടുക്കുന്ന സമയത്ത് ഇതൊരു സ്റ്റാറ്റിക് റൗട്ട് ആയിരിക്കും. പിന്നെ ഒരു 10 സെക്കൻഡ് വരെ ഡാറ്റയെ ക്യാഷ് ചെയ്യും. ഈ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് വരുന്ന ഫർദർ റിക്വസ്റ്റുകൾക്ക് ഒരു പുതിയൊരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്യാഷിനെ ക്ലിയർ ചെയ്തിട്ട് പുതിയ ആ ഡാറ്റ സോഴ്സിൽ നിന്നായിരിക്കും ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. എഗെയിൻ ഇത് ക്യാഷ് ചെയ്യും. എഗെയിൻ ഈ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഒരു ഡാറ്റ റീവാലിഡേറ്റ് ആവും. ഈ ഒരു മെത്തേഡിനെയാണ് ISR അല്ലെങ്കിൽ ഇൻക്രിമെന്റ് സ്റ്റാറ്റിക് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പേജ് ഫസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് പേജസ് ആയിരിക്കും. ഓരോ റീവാലിഡേറ്റിന്റെ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു റീവാലിഡേറ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് റിക്വസ്റ്റിന് ഡാറ്റ വരുന്നത് ഡാറ്റ ഫെച്ച് ചെയ്യും. നെക്സ്റ്റേഴ്സ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഫെച്ച് ചെയ്യും. അപ്പൊ റീവാലിഡേഷൻ നടക്കുന്നത് വരെ ഈ ഡാറ്റനെ ക്യാഷ് ചെയ്യും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എഗെയിൻ ഞാൻ വന്നിട്ട് ബിൽഡ് എടുക്കുവാണ്. ഇപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റൗട്ട് സ്റ്റാറ്റിക് റൗട്ട് ആണ്. പക്ഷെ 10 സെക്കൻഡ് മാത്രമേ റീവാലിഡേറ്റ് ടൈം ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. 10 സെക്കൻഡ് കഴിയുമ്പോൾ ഡാറ്റ റീവാലിഡേറ്റ് ആവും. നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ഡാറ്റ സോഴ്സിൽ പോയിട്ട് ഇതിന്റെ റിലീസിന്റെ ഇയറിനെ 1995 എന്നുള്ളത് 1000ലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. 1000ലേക്ക് ചേഞ്ച് ചെയ്ത് ഈ ഒരു ഡാറ്റ റൺ ചെയ്തു, റിഫ്രഷ് ചെയ്തു. സോഴ്സിൽ ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 1995 ആണ്. കുറച്ച് കഴിഞ്ഞ മൂന്നാമത്തെ റിഫ്രഷിൽ ഡാറ്റ റിഫ്രഷ് ആയി വന്നത് കണ്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ 1000 എന്നുള്ളത് 2000ലേക്ക് ചേഞ്ച് ചെയ്തു. എഗെയിൻ ഞാൻ എന്റെ ഈ ഒരു സെർവർ റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്തപ്പം റീസ്റ്റാർട്ട് ചെയ്തപ്പം ഡാറ്റ 2000ലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ 1000ലാണ്. ക്യാഷ്ഡ് ഡാറ്റയാണ്. മൂന്നാമത്തെ റിഫ്രഷിൽ. അതായത് ഓരോ 10 സെക്കൻഡ് കഴിയുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഫെച്ച് ചെയ്യും. നെക്സ്റ്റ് റിക്വസ്റ്റിൽ ഫ്രഷ് ഡാറ്റ ആയിരിക്കും കാണിക്കുന്നത്. എഗെയിൻ ഡാറ്റ ക്യാഷ് ചെയ്യും. ഓരോ 10 സെക്കൻഡിലും ഡാറ്റ റീവാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമുക്ക് ഒരു ഓപ്ഷൻ. അതായത് ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്റ്റൈൽ ഡാറ്റനെ കാണിക്കുന്നതിന് പകരം ഈ ഒരു സെർട്ടൈൻ ഇന്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ റീജനറേറ്റ് ചെയ്യാം. ഈ ഒരു കേസും നമുക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ എൻ്റെ റൗട്ടിന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റൗട്ടിന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പൊ കോൺസ്റ്റന്റ് റീവാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിന് കൊടുത്തുകൊണ്ട് പേജിന് അപ്ലൈ ആവും. ഇനി നിങ്ങൾക്ക് പേജിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഫോഴ്സ് ക്യാഷ്, അതുപോലെ നെക്സ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒക്കെ അവരുടെ സൈറ്റിലുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് റീവാലിഡേറ്റ് ചെയ്യേണ്ട ആ ഒരു റീവാലിഡേറ്റ് കീവേഡും അതുപോലെ തന്നെ എത്ര ടൈം ആണോ റീവാലിഡേറ്റ് ചെയ്യേണ്ടത് അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ റീവാലിഡേറ്റ് ഓഫ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10 സെക്കൻഡ് കൊടുത്താൽ ഓരോ റൗട്ടിനും നമുക്ക് അതിന്റെ റീവാലിഡേറ്റ് ചെയ്യേണ്ട ടൈം സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നെക്സ്റ്റേഴ്സിന്റെ 14 വേർഷൻ അത് ഫോഴ്സ്ഫുള്ളി അത് ഗെറ്റ് റൗട്ട് ഹാൻഡ്ലേഴ്സ് ബൈ ഡിഫാൾട്ട് ഡാറ്റ ക്യാഷ് ചെയ്യുമെന്ന്. അപ്പോ നമ്മൾ നേരത്തെ ഡാറ്റ ക്യാഷ് ചെയ്യാത്ത, അതായത് ഇപ്പൊ ഡൈനാമിക് റൗട്ടായി, ഡൈനാമിക് റൗട്ട് ഡാറ്റ ക്യാഷ് ചെയ്യുന്നില്ല എന്ന് കണ്ടു. നമ്മൾ ഫോഴ്സ്ഫുള്ളി ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തില്ലേ. അതുപോലെ പ്രീവിയസ്ലി ഡാറ്റനെ എന്താ പറയാ ഈ ഒരു ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ക്യാഷിംഗ് ഓപ്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡൈനാമിക് ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് കോൺസ്റ്റ് ഫോഴ്സ് ക്യാഷ് എന്ന് കൊടുത്തതിന് പകരം ഫോഴ്സ് ഡൈനാമിക് എന്ന് കൊടുക്കുമായിരുന്നു. അതിന്റെ സിൻടാക്സ് ഇതാണ്. എക്സ്പോർട്ട് കോൺസ്റ്റ്
ഡൈനാമിക് ഈക്വൽ ടു ഫോഴ്സ് ഡൈനാമിക് എന്ന് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇവിടെ ഫോഴ്സ് ക്യാഷ് എന്ന് കൊടുത്തു തന്നെ വരും ഡൈനാമിക്. ഇപ്പൊ നിങ്ങൾ ഓൾഡർ വേർഷൻ ആണ് നെക്സ്റ്റ് ഡേയ്സിന് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് ഈ ഒരു ഗെറ്റ് ഹാൻഡ്ലർ ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് ചെയ്തിട്ടുണ്ടാവും. തന്നെ നമുക്ക് അൺക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈനാമിക് ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഒരു സ്റ്റാറ്റിക് റൗട്ടിൽ നിന്ന് ഡൈനാമിക് റൗട്ടിലേക്ക് റീസെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ രണ്ട് യൂസ്ഫുൾ മെത്തേഡ്സ് പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓൺ ഡിമാൻഡ് പ്രീവാലിഡേഷൻ. അതായത് നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സേവ് ബട്ടണോ ഒരു അപ്ഡേറ്റ് ബട്ടണോ ഉണ്ട്. ഇപ്പൊ ഇതുപോലെ 10 സെക്കൻഡ് 50 സെക്കൻഡ് എന്നൊന്നും അല്ല അവിടെ വരിക. അവിടെ യൂസർ എപ്പോഴാണോ പുതിയൊരു ഡാറ്റ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണോ ഒരു മൂവിനെ ഒരു ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്, മീൻസ് ഇന്റർഫേസ് ട്രൂ റിമൂവ് ചെയ്യുന്നത്, അപ്പോഴിവർക്ക് ഡാറ്റേനെ എന്ത് ചെയ്യേണ്ടി വരും, റിഫ്രഷ് ചെയ്യേണ്ടി വരും, ക്യാഷിനെ ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് റീവാലിഡേറ്റ് പാത്തും അതുപോലെ റീവാലിഡേറ്റ് ടാഗും. അത് നമുക്ക് ഫസ്റ്റ് റീവാലിഡേറ്റ് പാത്ത് നോക്കാം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാറ്റിക് റൗട്ട് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ ക്യാഷിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഈ ഒരു ഇന്റർഫേസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ സപ്പോസ് വിചാരിച്ചു നമുക്ക് ഒരു അപ്ഡേറ്റ് ബട്ടൺ ഉണ്ട്. നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതിന്റെ ഇമ്പോർട്ട് ഞാൻ പൊക്കത്തേക്ക് ആക്കോട്ടെ. ഇത് നമ്മളിത് DB ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, ഇത് ചെയ്യാട്ടോ. അതായത് നിങ്ങൾ അസ്യൂം ചെയ്യാം നമുക്കൊരു അപ്ഡേറ്റ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ റൗട്ടിലേക്കാണ് റിക്വസ്റ്റ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഒരു ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാഷിനെ ഇൻവാലിഡേറ്റ് ചെയ്യണം. അതായത് ക്യാഷിനെ ക്ലിയർ ചെയ്തിട്ട് പുതിയ ഡാറ്റ അവിടെ ഫെച്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റീവാലിഡേറ്റ് പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽറ്റ് ഇൻ മെത്തേഡ്. ഇവിടെ എന്നത് ക്യാഷ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നെക്സ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ നമ്മൾ പാത്ത് പാസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ക്ലിയർ ചെയ്യും. അപ്പൊ നെക്സ്റ്റ് റിക്വസ്റ്റിൽ ഡാറ്റ സോഴ്സിംഗ് ആയിരിക്കും ഫെച്ച് ചെയ്തത്, എഗെയിൻ അത് ക്യാഷ് ചെയ്യും. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് മൂവിയോ അല്ലെങ്കിൽ സേവ് മൂവിയോ ഡിലീറ്റ് മൂവിയോ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് പർപ്പസ്ഫുള്ളി നമ്മുടെ ക്യാഷിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഓൺ ഡിമാൻഡ് റീവാലിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് വരാം. അപ്പം ഒരു ഇമ്മീഡിയറ്റ്ലി ക്യാഷിനെ ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിൽ അപ്ഡേറ്റഡ് ഡാറ്റ ആയിരിക്കും ഷോ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ റീവാലിഡേറ്റ് പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ റിമൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു മെത്തേഡ് കാണിച്ചു തരാം. അവിടെ നമുക്ക് ബാച്ച് ആയിട്ട് ക്ലിയർ ചെയ്യണം. അതായത് നമുക്കിപ്പോ ഒരു സെറ്റ് ഓഫ് റൗട്ട്സ് ഉണ്ട്, അത് കോമൺ ഡാറ്റയാണ് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇവന്റ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് റിക്വസ്റ്റിനെ ക്ലിയർ ചെയ്യണം, ഫെച്ച് റിക്വസ്റ്റിനെ ക്ലിയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റീവാലിഡേറ്റ് പാത്തിനേക്കാളും റീവാലിഡേറ്റ് ടാഗ് ആയിരിക്കും യൂസ്ഫുൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റിന് ഒരു ടാഗ് അസൈൻ ചെയ്യാം. അപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ റിക്വസ്റ്റിന് ഞാൻ ഈ നെക്സ്റ്റ് റീവാലിഡേഷൻ ഒരു റിമൂവ് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അകത്ത് ടാഗ് അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഒരു റിക്വസ്റ്റിന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ടാഗ് അസൈൻ ചെയ്യാം. നമ്മൾ ഈ ടാഗ് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്ഡേറ്റ് മൂവി വരുവാണെന്ന് വിചാരിച്ചോ. അപ്പം റീവാലിഡേറ്റ് പാത്തിന് പകരം റീവാലിഡേറ്റ് ടാഗിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് ഡേയ്സിൽ നിന്ന്. എന്നിട്ട് റീവാലിഡേറ്റ് ടാഗ് എന്ന് പറഞ്ഞിട്ട് ആ ടാഗിനെ പാസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ മൂവീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റുകളെല്ലാം നമുക്ക് റീവാലിഡേറ്റ് ചെയ്യണം. ക്യാഷ് ഇൻവാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ടാഗ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന എല്ലാ റിക്വസ്റ്റുകളുടെയും ക്യാഷിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാഷ് ചെയ്യുന്നതിന്റെ കൂടെ ടാഗ് കൂടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാഷും ക്ലിയർ ആവും. സോ നെക്സ്റ്റ് ഫെച്ചിൽ ഫ്രഷ് ഡാറ്റ ആയിരിക്കും നേരത്തെ റീവാലിഡേറ്റ് പാത്തിന്റെ കേസ് പറഞ്ഞ പോലെ വരുന്നത്. അപ്പൊ റീവാലിഡേറ്റിന് ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെല്ലിൽ നമുക്ക് റീവാലിഡേറ്റ് ചെയ്യാം, ഇൻവാലിഡേറ്റ് ചെയ്യാം ക്യാഷിനെ. അതിന് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു റൗട്ടിനെയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു ഗ്രൂപ്പ് ഓഫ് റൗട്ടിനെയോ നമുക്ക് ഇതുപോലെ ഇൻവാലിഡേറ്റ് ചെയ്യാം, അഗെയിൻ നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നെക്സ്റ്റ് കേസിന്റെ ഈ ഒരു ഗെറ്റ് റൂട്ട് ഹാൻഡേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാഷിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയേഴ്സ് 14 ഡാറ്റ ക്യാഷും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. നമുക്ക് 14 ബേസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് 14 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് ഡീഫാൾട്ട് റിമൂവ് ആയി നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമ്മൾ ചെക്ക് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ISR ഇംപ്ലിമെന്റേഷനിലെ ഇൻക്രിമെന്റൽ സ്റ്റാറ്റിക് റീജനറേഷൻ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റീവാലിഡേറ്റർ യൂസ് ചെയ്യാം. ഒരു സ്പെസിഫിക് പാത്തിനെയോ ഒരു സ്പെസിഫിക് ടാഗിനെയോ റീവാലിഡേറ്റ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയില്ലേ? അതുപോലെ അവർ പറയുന്ന സ്പെസിഫിക് റൗട്ട്സിനെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ക്ലയന്റ് റൗട്ടർ ക്യാഷിനായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ കുറെ പേര് യൂട്യൂബ് ചാനലിലായിട്ടും അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനിലായിട്ടൊക്കെ പറയുന്നില്ലേ ഡൈനാമിക് IOയും അതുപോലെ
യൂസ് ക്യാഷ് ഡയറക്റ്റീവും. അത് രണ്ടും എന്താ ഞാൻ പറയാത്തത്? ഇപ്പൊ ഒന്നും കൂടെ ക്യാഷ് ഇംപ്രൂവ് ആയിട്ടില്ലേ എന്നൊക്കെ പറയുന്നില്ലേ? അതായത് ക്യാനറി വേഷൻ ആണ്. അതും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. ഇതിപ്പോ ഈ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് വരുന്നത് കൊണ്ട് ഞാനിത് സ്പ്ലിറ്റ് ചെയ്തിടുന്നതാണ്. അതായത് ആദ്യം ഞാൻ ബേസിക്സ് ആണ് വിചാരിച്ചത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലൈന്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഈ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഡയറക്റ്റീവ് ആണെങ്കിലും ഈ ഒരു അവർ API ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്യാഷിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ക്യാഷ് ചെയ്യാം. പക്ഷെ അത് ഒഫീഷ്യലി അവർ റിലീസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ക്യാനറി വേഷനിലുള്ളതും ഞാൻ അടുത്ത വീഡിയോയിൽ പറയും കേട്ടോ, പേടിക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ എന്തെങ്കിലും ഒരു ഭാഗം നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.